പക്ഷേ അമേരിക്ക തോറ്റു തുന്നം പാടി. നേരത്തെ ലോക പോലീസായ അമേരിക്കയെ എല്ലാ രാജ്യങ്ങൾക്കും പേടിയാണ്. ഇന്ത്യയും വിധേയത്വം കാട്ടി തന്നെയാണ് അമേരിക്കയോട് നിന്നത്. പക്ഷേ ഇപ്പോൾ ഇന്ത്യക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇന്ത്യ ഈ മാസം 27-ാം തീയതി ഓഗസ്റ്റ് 27-ന് ട്രംപ് നമുക്ക് നൽകിയ സമയം അവസാനിക്കുകയാണ്. നമ്മുടെ താരിഫ് 50%-ലേക്ക് ഉയർത്തുകയാണ്. ഇന്ത്യ പറഞ്ഞു ഉയർത്തിക്കോ, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാതിരുന്നാൽ അത് വേണ്ടാന്ന് വയ്ക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷം ഇന്ത്യ റഷ്യയിൽ നിന്ന് ഏകദേശം 60% എണ്ണ ഇറക്കുമതി ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ട്രംപിനോട് പോയി പണി നോക്ക്, ഞങ്ങൾക്കിനി അമേരിക്കയുടെ സഹായമില്ലെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് ഇന്ത്യ തെളിയിക്കുകയാണോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ലോകത്ത് അമേരിക്ക ഏതാണ്ട് അവരുടെ ഒരു പൂർണ്ണതയിലേക്ക് അല്ലെങ്കിൽ സമ്പൂർണ്ണമായ ഒരു പതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയെ ഇപ്പോൾ ആർക്കും വേണ്ട. ട്രംപിൻ്റെ ഈ രണ്ടാം വരവോട് കൂടി അമേരിക്കക്കാർക്ക് തന്നെ വേണ്ട. ട്രംപ് പോയി ലോകത്തിലെ ഏതൊക്കെ രാജ്യത്തോട് കച്ചവടം പറഞ്ഞ് മുട്ടാൻ പോയോ വെല്ലുവിളിക്കാൻ പോയോ അവിടെയൊക്കെ തോറ്റു തുന്നമ്പാടി തിരിച്ചു വന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുടിനുമായി ചർച്ച ചെയ്തല്ലോ. പുടിനും ട്രംപും തമ്മിലുള്ള ചർച്ചയ്ക്ക് ശേഷം അമേരിക്കയിലേക്ക് ചെന്നപ്പോൾ ഭയങ്കരമായ പ്രതിഷേധവും തിരിച്ചടിയും ട്രോളിങ്ങും ഒക്കെയാണ് അത്രേ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേറെ നിവൃത്തിയൊന്നുമില്ല. കാരണം ഇതിലിപ്പോൾ റഷ്യ മൂന്ന് രാജ്യങ്ങൾ ചേർന്നൊരു വലിയ മുന്നണി ലോകത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. നമ്മളപ്പോൾ ഓർക്കാറില്ല. നമ്മളെപ്പോഴും ഇന്നലെ കഴിഞ്ഞ ദിവസം അത് ഇനി ലോകത്തെ നയിക്കുന്നത്, ലോകത്തെ ഷെയ്പ്പ് ചെയ്യുന്നത്, ലോകത്തെ നിയന്ത്രിക്കുന്നത് പണ്ട് ഈ പാശ്ചാത്യ ശക്തികൾ നമ്മൾ പറഞ്ഞിരുന്നു. പാശ്ചാത്യ ശക്തി അമേരിക്ക കഴിഞ്ഞാൽ പിന്നെ ബ്രിട്ടനാണ്. പക്ഷേ ലോകത്തിൻ്റെ അച്ചുതണ്ട് എങ്ങനെയാണ്? അമേരിക്കയിൽ നിന്ന് യൂറോപ്പിലേക്ക്, യൂറോപ്പിൽ തന്നെയുള്ള ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. ഇതാണല്ലോ നമ്മളെ വൻകിട വമ്പൻ ശക്തി എന്ന് പറയുന്നത്. ആ വൻകരകളെ തന്നെ മാറ്റി. ഇപ്പോൾ RIC ആണ്. റഷ്യ, ഇന്ത്യ, ചൈന, അല്ലെങ്കിൽ ചൈന, റഷ്യ, ഇന്ത്യ. ഈ മൂന്ന് രാജ്യങ്ങളിൽ ഒന്നാലോചിച്ച് നോക്കൂ. ഈ മൂന്ന് രാജ്യങ്ങളും ഏഷ്യൻ രാജ്യങ്ങളുമാണ്. അപ്പോൾ മീൻസ് റഷ്യ ഉൾപ്പെടെ, റഷ്യയുടെ ബോർഡറിലാണ് കൂട്ടിക്കോളൂ. എന്നാലും ഈ മൂന്ന് രാജ്യങ്ങൾ ചേർന്നൊരു പുതിയ അച്ചുതണ്ട് രൂപപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ചൈനയുടെ അംബാസഡർ ഇന്ത്യക്ക് വേണ്ടി വാദിക്കാൻ രംഗത്ത് വന്നു. ഇന്ത്യയെ അമേരിക്ക ഭീഷണിപ്പെടുത്തിയപ്പോൾ, താരിഫ് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ, ലോകവേദിയിൽ ധാർമ്മികത പറഞ്ഞുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി വാദിക്കാൻ ചൈന രംഗത്ത് വന്നു. ചൈനയും ഇന്ത്യയും തമ്മിൽ ചെറിയ തർക്കങ്ങളുണ്ട്, അതിർത്തി തർക്കങ്ങളുണ്ട്. ചൈനയുടെ താല്പര്യങ്ങൾ ഇന്ത്യയുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. പക്ഷെ അതൊക്കെ ഇന്ത്യ ഡിപ്ലോമാറ്റിക്കായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. തൊട്ടടുത്തുള്ള രണ്ട് വൻ ശക്തികൾ എന്ന നിലയിൽ തന്നെയാണ്, ബഹുമാനത്തോടെ ആദരവോടെയാണ്. അതുകൊണ്ടാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി ഇവിടെ വന്ന് നമ്മുടെ അജിത് ഡോവലും നമ്മുടെ ജയശങ്കർ സാറും ഒക്കെ ആയിട്ട് ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. വെച്ചാൽ ചൈനയുമായുള്ള അതിർത്തി തർക്കം പറഞ്ഞു തീർക്കുകയും അമേരിക്കയുമായുള്ള തർക്കത്തിൽ ചൈന വളരെ പരസ്യമായി ഇന്ത്യയുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട വിഷയം ഇന്നലെ നമ്മുടെ ചൈനയുടെ അംബാസഡർ ഉന്നയിച്ചല്ലോ. പ്രധാന കാര്യമാണത്. ഒരു വ്യാപാര കരാർ ഉണ്ടാക്കുമ്പോൾ ആ കരാറ് നടപ്പിലുള്ളപ്പോൾ അത് പാലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ ആ കരാർ വ്യവസ്ഥയിൽ മാറ്റം വരുത്തുന്നത് എങ്ങനെ? ഇപ്പോൾ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാർ ഒപ്പുവെക്കുമ്പോൾ തീരുമാനിക്കണം എത്രയാണ് താരിഫ്. ആ കരാർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ റഷ്യയുമായി ഒരു കരാറുണ്ടാക്കി, റഷ്യയിൽ നിന്ന് നിങ്ങൾ എണ്ണ വാങ്ങുന്നു, അത് നിർത്തണം, ഇല്ലെങ്കിൽ താരിഫ് കൂട്ടും, എന്നിട്ട് അത് ആദ്യം 25 ആക്കുന്നു, പിന്നെ 50 ആക്കുന്നു, ഇനിയും കൂട്ടുമെന്ന് പറയുന്നു. ഇത് മാന്യമായ ഏർപ്പാടല്ല, ബിസിനസ്സിലെ മൊറാലിറ്റി അല്ല, കച്ചവടത്തിലെ ധാർമ്മികതയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത് ചൈനയാണെന്ന് ഓർക്കണം. ഇന്ത്യ പറയുന്നതിനേക്കാൾ ആവേശത്തോടെ ഇന്ത്യക്ക് വേണ്ടി വാദിക്കാൻ ചൈന രംഗത്തുണ്ട്. ഒപ്പം റഷ്യ പറഞ്ഞിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഇപ്പോൾ പരസ്യമായി പറഞ്ഞതുകൊണ്ട് പറയാത്തതുണ്ട്. ഒന്നെന്താണെന്ന് വെച്ചാൽ പരസ്യമായി റഷ്യയുടെ എണ്ണ ഇന്ത്യക്ക് നിരുപാധികം കിട്ടിക്കൊണ്ടിരിക്കും, അതിലൊരു ഇളവും വരുത്താൻ പോകുന്നില്ല. വേറൊരു കാര്യം കൂടി ഇന്ന് ഈ കുറച്ച് ദിവസങ്ങളായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റഷ്യ 2 തരത്തിൽ ലോകത്തെ എണ്ണ വിൽക്കുന്നുണ്ട്. ഒന്ന് ഓപ്പൺ ആയിട്ടാണ്, വൈറ്റ് മാർക്കറ്റും ഉണ്ട്, ബ്ലാക്ക് മാർക്കറ്റും ഉണ്ട്. അതായത് ചൈനയുടെ എത്രയോ കപ്പലുകൾ, റഷ്യയുടെ എത്രയോ കപ്പലുകൾ ലോകത്ത് ഈ കരിഞ്ചന്തയിൽ എണ്ണ വിൽക്കുന്നുണ്ട്, ഒട്ടേറെ കമ്പനികൾ. എന്ന് പറഞ്ഞാൽ നേർക്കുനേരെയുള്ള കച്ചവടം നിന്നാൽ പോലും, അത് ആരെങ്കിലും ഉപരോധിച്ചാൽ, ആരെങ്കിലും വിലക്കിയാൽ പോലും റഷ്യ കരിഞ്ചന്തയിൽ എണ്ണ വിൽക്കും, കച്ചവടത്തിൽ ഏർപ്പെടാതെ.
ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വിവരം നമ്മുടെ നാട്ടിൽ പുതിയ കമ്പനി വന്നിട്ടുണ്ട്, എണ്ണ കമ്പനി കണ്ടിട്ടുണ്ടോ പറയാം, പമ്പുകൾ നയാര. അതെ, ഈ നയാര പമ്പ് ആദ്യം പറഞ്ഞത് നായന്മാരതാണ്. നായന്മാരായിട്ടൊരു ബന്ധമില്ല. ഈ നയാര കമ്പനി ഒരു റഷ്യൻ കമ്പനിയുടെ കൊളാബറേഷനാണ്, ഫ്രാഞ്ചൈസി എടുത്തേക്കുന്നതാണ്, ഫ്രാഞ്ചൈസിയാണ്. ആ കമ്പനി അവിടെ നിന്ന് ഏത് സാഹചര്യത്തിലും കരിഞ്ചന്തയിൽ എണ്ണ നമ്മുടെ തീരത്ത് എത്തിച്ചു കൊടുക്കും. ആ എണ്ണയാണ് വില കുറച്ച് കിട്ടുകയും ചെയ്യും. ആ എണ്ണയാണ് നമ്മുടെ നാട്ടിൽ ഈ നയാര നെറ്റ്വർക്ക് വില കുറച്ച് വിറ്റുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ റഷ്യ ഏത് സാഹചര്യത്തിൽ നമുക്ക് എണ്ണ തരും. അതിൻ്റെ പേരിൽ അമേരിക്ക എന്ത് ഉപരോധം ഏർപ്പെടുത്തിയാലും റഷ്യ പിന്നോട്ടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ട്, നമുക്ക് അമേരിക്കയെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എണ്ണയ്ക്ക് വേണ്ടിയല്ല. ഇന്ത്യയുടെ സുപ്രധാനമായ ഒരുപാട് ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ മാർക്കറ്റിൽ വിറ്റഴിക്കുന്നുണ്ട്. അതിനാണ് ഇപ്പോൾ ഈ വലിയ തീരുവ ചുമത്തുന്നത്. അതെങ്ങാനും ചുമതലപ്പെടുത്തിയാൽ അമേരിക്കക്കാർക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ കിട്ടുകയില്ല എന്ന് മാത്രം പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് വേണ്ടാന്ന് വെച്ചോളൂ, ഉപരോധിച്ചോളൂ. നിങ്ങൾക്ക് ആ ഉൽപ്പന്നങ്ങൾ വേണ്ട, നിങ്ങളുടെ മാർക്കറ്റിൽ അതിൻ്റെ ടാക്സ്, നിങ്ങളുടെ രാജ്യത്തിന് ഗവൺമെൻറ് അതിൻ്റെ ടാക്സ് കിട്ടൂല, നിങ്ങളുടെ ജനതയ്ക്കും നിങ്ങളുടെ ടൂറിസ്റ്റുകൾക്കും ആ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കിട്ടൂല എന്നല്ലാതെ വലിയ മർമ്മപ്രധാനമായ ഉപകരണങ്ങളുണ്ട് കേട്ടോ. ഇന്ത്യ കൊടുക്കുന്ന ഒരുപാട് പ്രധാനപ്പെട്ട ഉപകരണങ്ങളുണ്ട്. അപ്പോൾ ഇത് വാങ്ങാൻ ഞങ്ങൾ വേറെ മാർക്കറ്റ് കണ്ടെത്തും. ചൈന പറഞ്ഞിരിക്കുന്നത് ചൈനയ്ക്ക് എവിടെയൊക്കെ മാർക്കറ്റുണ്ടോ ആ മാർക്കറ്റൊക്കെ ഇന്ത്യക്കും ഓപ്പണാണ്. റഷ്യക്ക് ഭൂമിയിൽ എവിടെയൊക്കെ മാർക്കറ്റുണ്ടോ ആ മാർക്കറ്റുകളൊക്കെ നിങ്ങൾക്ക് ഓപ്പണാണ്. ഇതിനാണ് ഈ RIC അച്ചുതണ്ട് എന്ന് പറയുന്നത്. റഷ്യ, ഇന്ത്യ, ചൈന, റിക്. അതിനപ്പുറത്ത് വിപുലമായ ബന്ധങ്ങൾ നമുക്ക് വേറെ ഉണ്ട്. ബ്രിക്സ് ഉണ്ട്, അത്തരം രാജ്യങ്ങളൊക്കെ വേറെ ഉണ്ട്. എങ്കിൽ പോലും ആ രാജ്യങ്ങൾ മാത്രമല്ല, ഈ അച്ചുതണ്ടുകൾക്ക് പുറത്തുള്ള രാജ്യങ്ങളുമായി നമ്മൾ ബന്ധം സ്ഥാപിച്ചു. സമീപകാലത്താണ് ജപ്പാനുമായി നമ്മൾ വലിയ ബന്ധം സ്ഥാപിക്കുന്നത്. എന്ന് വെച്ചാൽ വൻകിട രാജ്യങ്ങളോടാണ് നമ്മുടെ ഇടപാട്. നമുക്ക് ഈ ചീട് പാകിസ്ഥാനുമായിട്ട് യാതൊരു ബന്ധവും വേണമെന്നില്ല. അഫ്ഗാനിസ്ഥാനെ നിലക്ക് നിർത്താൻ ബുദ്ധിമുട്ടില്ല. ശ്രീലങ്ക നമ്മളോട് മുട്ടാൻ വന്നാൽ ബുദ്ധിമുട്ടില്ല. മാൽദീവ്സിനെ മുട്ടാൻ വന്നാൽ, നമ്മുടെ അയൽപക്കത്തുള്ളവനൊക്കെ കൂടി, ബംഗ്ലാദേശ് ഉൾപ്പെടെ നമുക്ക് നേരെ തിരിഞ്ഞു വന്നാലും ലോകത്തിലെ വൻകിട ശക്തികൾ ഇപ്പോൾ ഇന്ത്യയുടെ പ്രൊട്ടക്ഷന് വേണ്ടി ആകാശത്തും കടലിലും കാവലിരിക്കുന്നുണ്ട്. പക്ഷേ അത് ഇപ്പോഴത്തെ സ്ഥിതി. ഇനി നാളെ ഒരു സമയത്ത് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നവരെ നമുക്ക് അത്യാവശ്യം വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ നമുക്കൊരു പ്രാതിനിധ്യം കിട്ടുന്നതും നമ്മൾ ഇത്രയും സാമ്പത്തികമായി വരുന്നതും. അവരുടെ ഒരു ദീർഘവീക്ഷണം കൂടി ആയിരിക്കാം. ഇനി വരുന്നത് ഒരു കോൺഗ്രസ് സർക്കാരാണ് എങ്കിൽ ഇത്രത്തോളം ഒരു ലെവലിൽ, അല്ലെങ്കിൽ ഇത്രത്തോളം തൻ്റെ ഇടത്തോടെ നമുക്ക് പല രാജ്യങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമോ? അല്ല, മാറി വരുന്ന ഗവൺമെൻറ്റുകളുടെ നയമനുസരിച്ച് തന്നെയാണല്ലോ. ഇപ്പോൾ അമേരിക്കക്കും ഈ പതനം പറ്റി എന്തുകൊണ്ടാണ്? ട്രംപ് വന്നതുകൊണ്ടാണ്. ഒരു പിടിപ്പ് കെട്ടവൻ ജനാധിപത്യ രീതിയിൽ ഒരു രാജ്യത്തിൻ്റെ തലപ്പത്ത് വന്നാൽ രാജ്യം അനുഭവിക്കും, അത് ഉറപ്പാണ്. പിന്നെ ആവശ്യമില്ലാത്ത പ്രതീക്ഷ കോൺഗ്രസ്സുകാർക്ക് കൊടുക്കണ്ട. അവർക്ക് പോലും പ്രതീക്ഷയില്ല അടുത്ത കാലത്തൊന്നും കോൺഗ്രസ് അധികാരത്തിൽ വരും. ഓക്കെ, അതെ. ഈ അടുത്ത കാലത്ത് ഈ രണ്ട് ദിവസം മുന്നേ ഒരു ചാനൽ ചർച്ചയിൽ പ്രശാന്ത് ശിവൻ, പാലക്കാട് അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ പറഞ്ഞത്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് വന്നപ്പോഴാണ് പറഞ്ഞത്, രാഹുൽ മാങ്കൂട്ടത്തിൽ മെസ്സേജ് അയക്കാത്ത ഒരേ ഒരാളെ ഇന്ത്യയിലുള്ളത് സോണിയാഗാന്ധി മാത്രമാണ്. അതുപോലെയാണ് ഈ ട്രംപ് കളിക്കാത്ത ഒരേ ഒരു രാജ്യം ഇന്ത്യ മാത്രമേ ഉള്ളൂ എന്ന്. അല്ല, കളിച്ചാൽ നടക്കൂല എന്നുള്ളതുകൊണ്ടാണ് ഇന്ത്യ ആ രീതിയിലുള്ള മേധാവിത്വം. നമ്മൾ ബഹുദൂരം മുന്നിലാണ് ഇപ്പോൾ. അമേരിക്കയേക്കാൾ എല്ലാ മേഖലയിലും വളരെ ബഹുദൂരം മുന്നിലാണ്. അത് മാത്രമല്ല, ഇവർക്കില്ലാത്തൊരു വലിയ ശക്തി നമുക്കുണ്ട്. ഞാനതിൽ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. നമുക്കൊരു ഒരു ഫിലോസഫിക്കൽ പവർ ഉണ്ട്, ആത്മീയമായൊരു ചൈതന്യവും ശക്തിയുണ്ട്. ആ ബലം ചെറുതല്ല, അത് വളരെ വലുതാണ്. തീർച്ചയായും.